ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് എനർജിയെക്കുറിച്ചാണ്. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കണം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരണം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾക്കിതെപ്പോൾ കണ്ടാലും റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നത് മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ത്രീ ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളതെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഏതോ ഒരു സാഹചര്യത്താൽ അല്ലെങ്കിൽ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്. തേർഡ് പാർട്ടിയുടെ ശക്തമായ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. അത് കാരണമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നം നടന്നിട്ടുണ്ടാവാം, നോ കോണ്ടാക്റ്റ് ആയിട്ടുണ്ടാവാം. അതാണ് ഇപ്പോഴുള്ള നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥ. ഇതാണ് കേട്ടോ. നല്ലൊരു പെയിൻ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത്രത്തോളം മാനസികമായിട്ട് ആൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇവിടെ ഹാങ്ഡ് മാൻ റിവേഴ്സാണ് വന്നിരിക്കുന്നത്. ഈ വ്യക്തി കാരണമാണ് ഇതെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നേരെ നിൽക്കുന്നില്ല. ഒന്നാമത് ഒരു ഓൺ ആൻഡ് ഓഫ് പോലെ ആയിരിക്കണം ഈ വ്യക്തി. വന്നും പോകുന്ന ഒരു എനർജി, ഇത് നിങ്ങളെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ടാവണം. അതനുസരിച്ച് നിങ്ങൾ കാര്യമായിട്ട് ഈ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ ചിലപ്പോൾ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങൾ കാര്യമായിട്ട് ഈ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാവണം, വാക്കേറ്റം നടന്നിട്ടുണ്ടാവണം. അപ്പോൾ അതുമായിട്ടിപ്പോൾ ആളുടെ സിറ്റുവേഷനിൽ ആൾക്ക് നല്ല അത് മനസ്സിൽ തട്ടിയിട്ടുണ്ട്. അതുമായിട്ട് ആൾക്ക് ഇപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചെല്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടായിരിക്കാം. ശരിക്കും ഈ വ്യക്തി മനസ്സ് ഉരുകുന്നതായിട്ടാണ് കാണുന്നത്. അത്രത്തോളം വേദനിക്കുന്നുണ്ട്. നിങ്ങളെ ഓർത്തിട്ടാണ് ഈ വ്യക്തി വേദനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിടയിൽ നല്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്, മറ്റൊരു കണക്ഷൻ കാണുന്നുണ്ട്. അതാണ് കാണുന്നത്. പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ച് ഹാങ്ഡ് മാൻ റിവേഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ കാര്യത്തിൽ ആൾക്ക് മറ്റൊരു കണക്ഷൻ ഇല്ലുകൊണ്ട് നിങ്ങൾക്കിത് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. നിങ്ങൾ ശരിക്കും ഇതിനെ എതിർക്കുന്നുണ്ടാവാം. നിങ്ങൾ ഒരു തരത്തിലും ഈ വ്യക്തിയുമായിട്ട് അടുക്കുന്നുണ്ടാവില്ല. അതാണ് ഈ വ്യക്തിയെ ഇത്രത്തോളം വേദനിപ്പിക്കുന്നത്. അതാണ് കാണുന്നത്. അതായത് മറ്റൊരു കണക്ഷൻ ഉള്ളത് കൊണ്ട് ആ നിങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളും ഇതിൽ നല്ല വേദനിക്കുന്നുണ്ടാവാം. ഈ ഒരു കണക്ഷനിൽ നിങ്ങളും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നിങ്ങൾക്കും നല്ല വേദനയുണ്ട്. എത്രയൊക്കെ നിങ്ങളിപ്പോൾ അടുക്കുന്നില്ലെങ്കിലും മനസ്സിനകത്ത് നിങ്ങൾക്കും അതൊരു വലിയൊരു മുറിവേറ്റതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഈ വ്യക്തി എന്ന് പറയുന്നത് ഓൺ ആൻഡ് ഓഫാണ്. പലപ്പോഴും നിങ്ങൾ ഈ വ്യക്തിയെ മാറ്റാൻ നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടാവണം. മാറാത്തത് കൊണ്ടായിരിക്കണം ലാസ്റ്റ് ഡിസിഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ടാവണം. ഇനി ഒരു കൂടിച്ചേരലുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ ബ്ലോക്കാക്കിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങൾ മോൺ ചെയ്തിട്ടുണ്ടാവണം. എങ്ങനെയായാലും ഈ വ്യക്തിയെ അത് നല്ലോണം എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തി ഇപ്പോഴും ഒരു പ്രതീക്ഷയിലാണുള്ളത്. ഒരു ഹോപ്പ് നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. അതായത് നിങ്ങളൊരിക്കലും ഈ വ്യക്തിയെ വിട്ടു പോവില്ല. അത്രത്തോളം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് എന്തോ നിങ്ങളോട് ഭയങ്കര അട്രാക്ഷൻ തോന്നുന്ന സമയമാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ സമയത്ത് ഇവിടെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളായിട്ട് അങ്ങോട്ട് പോയിരുന്നെങ്കിൽ. ആൾക്ക് ഈഗോ ഉള്ളത് കൊണ്ട് തന്നെ ആൾക്ക് നിങ്ങളിലേക്ക് ഇപ്പോൾ വരണം എന്ന് വിചാരിക്കുമ്പോൾ ഈഗോ സമ്മതിക്കുന്നില്ല. കാരണം നിങ്ങളാണ് ചില സാഹചര്യത്തിൽ വിട്ടിട്ട് പോയതെങ്കിൽ
നിങ്ങൾ തന്നെ ഇങ്ങോട്ട് വരട്ടെ, എന്നുവെച്ചാൽ നിങ്ങൾ തമ്മിൽ എന്തോ വാക്കേറ്റം നടന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു വാക്കേറ്റത്തിൻ്റെ പേരിൽ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചെല്ലും എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നതായിട്ട്, ഈഗോ സമ്മതിക്കുന്നില്ല നിങ്ങളിലേക്ക് വരാനായിട്ട്. ഇവിടെ നിങ്ങളുടെ വ്യക്തി ഇതിനു മുമ്പ് നിങ്ങളെ നല്ലോണം വേദനിപ്പിച്ചിട്ടുണ്ട്. കാരണം നിങ്ങളെ കാര്യമായിട്ട് നിങ്ങൾക്കും വേദന തന്നിട്ടുണ്ട്. 5 ഓഫ് വാൺസിൻ്റെ 5 ഓഫ് സോഡ്സിൻ്റെ എനർജി. കാരണം അവർ സ്വാർത്ഥ താല്പര്യത്തിനായിട്ട് നിങ്ങളിൽ നിന്നും ഒരുപാട് തവണ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയ വ്യക്തിയാണ് ഇതെന്നാണ് കാണുന്നത്. ഇപ്പം മാത്രമല്ല കേട്ടോ, ഇതിനു മുമ്പും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഇത്രമാത്രം നിങ്ങൾ സ്ട്രോങ് ആയതും അതുകൊണ്ടാണ്. എന്ത് തന്നെ ആയാലും ഇപ്പോഴും നിങ്ങൾക്കതൊരു വേദനയാണ്, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ആ ഈ ഒരു സാഹചര്യത്തിൽ പോലും നിങ്ങൾക്കത് സഹിക്കാൻ പറ്റാത്ത വേദനയായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി മുഖേന. ഇവിടെ നിങ്ങളുടെ വ്യക്തി ന്യൂ ബിഗിനിങ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമൊത്ത്. വീണ്ടും ഒരു കൂടിച്ചേരലിനെ ആ വ്യക്തി അത്രത്തോളം ആഗ്രഹിക്കുന്നില്ല. ഈ സമയത്ത് പോലും നിങ്ങൾ അവരോടടുത്ത് മിണ്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അവരടുത്ത് ചെന്നിരുന്നെങ്കിൽ, നിങ്ങളുമായിട്ട് വീണ്ടും ഒരു തുടക്കം നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ച് പേർക്കൊക്കെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മാരേജ് കഴിക്കണമെന്നും ആൾ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. റിയൂണിയൻ വേണം, നിങ്ങളുമൊത്ത് ഒരു റിയൂണിയൻ, മാരേജ്, എൻഗേജ്, അതൊക്കെ കാണുന്നുണ്ട്. അത് ആളുടെ ആഗ്രഹമാണ്. ഇപ്പോഴും നിങ്ങളെ ഒഴിവാക്കാൻ നിങ്ങളുടെ വ്യക്തിക്ക് താല്പര്യമില്ലെന്നാണ് കാണാൻ സാധിക്കുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒന്നാകണം, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ തമ്മിൽ വീണ്ടും കാരണം എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്താനാണ് ആൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങളായിരിക്കാം ചിലപ്പോൾ അങ്ങോട്ട് അടുക്കാത്തത്. പക്ഷേ ഈ ആളുടെ ഈഗോ കൊണ്ട് നിങ്ങളെ ഒട്ടും നിങ്ങളിലേക്ക് വരുന്നുമില്ല. പക്ഷെ ആളുടെ മനസ്സിൽ എന്താ പറയുകയാണ് എന്ന് വെച്ചാൽ മനസ്സിലാണ് കേട്ടോ എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് കൂടി ചേരണം എന്നല്ല ആൾ ആഗ്രഹിക്കുന്നത്. അതാണ് എന്നുവെച്ചാൽ ആൾക്ക് നിങ്ങളെ ഇപ്പോൾ നിങ്ങളുമായിട്ട് ആൾ വിളിക്കുന്നൊന്നും ഈ സമയത്തല്ലേ, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവില്ല, മെസ്സേജ് അയക്കുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മറന്നിട്ടുണ്ടാവുകയാണ്. മറന്നതല്ല, ആളെ ഈഗോ സമ്മതിക്കുന്നില്ല. പക്ഷെ മനസ്സിലെപ്പോഴും നിങ്ങളെ പെട്ടെന്ന് കാണണം, പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണം, അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതിയാണ്. അത്രയും പെട്ടെന്ന് നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നായാൽ മതി എന്ന് ആൾ ചിന്തിക്കുന്നുണ്ട്. ആൾക്ക് ഓടി വരണമെന്നും ഉണ്ട് നിങ്ങൾ മനസ്സിനകത്ത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ. ഇവിടെ ടെമ്പറൻസ് ആണ്. അതായത് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അവർ നിങ്ങളെ പരിഗണിച്ചില്ല, അല്ലെങ്കിൽ അത്രത്തോളം സ്നേഹവും ഒന്നും നിങ്ങൾക്ക് വിചാരിച്ച സമയത്തൊന്നും നൽകിയിട്ടില്ല എന്ന് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ബോധ്യം വന്നിട്ടുണ്ട്. ശരിക്കും അവർ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ഒത്തിരിയേറെ ഈ വ്യക്തിക്ക് വേണ്ടി ത്യാഗം സഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒത്തിരിയേറെ നിങ്ങൾ ഈ വ്യക്തിയെ കാത്തിരുന്നിട്ടുണ്ട്. ആ സമയത്തൊന്നും വേണ്ട വിധത്തിൽ നിങ്ങൾക്ക് പരിഗണനയോ സ്നേഹമോ അതൊന്നും കിട്ടിയിട്ടില്ല എന്നത് അവർക്കറിയാം. ഇതൊക്കെ അവർക്കറിയാം. പക്ഷെ ഇപ്പോഴാണെങ്കിൽ നിങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട് എന്നാണ് കാണുന്നത്. പലപ്പോഴും നിങ്ങൾ ഒരുപാട് ഇപ്പം മാത്രമല്ല കേട്ടോ, ഇതിനു മുമ്പും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് തവണ ഇതൊരു ഓൺ ആൻഡ് ഓഫ് പോലെ നിങ്ങൾ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്. ഈ ഒരു കണക്ഷന് വേണ്ടി നിങ്ങൾ അത്രത്തോളം ത്യാഗം സഹിച്ചവരാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ക്യൂനോ കപ്സ് ആണ്. അതായത് സ്നേഹം തുളുമ്പുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ വ്യക്തിക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളൊന്ന് ഒന്നാവണം, അത്രത്തോളം സ്നേഹം അടക്കാൻ പറ്റുന്നില്ല. ആൾ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ നോക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ ഉള്ളത്, ഏത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണോ, അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങളിലേക്ക് വരാനാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതാണ് കാണുന്നത്. അതായത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ആൾക്ക് മൂവ് ഓൺ ചെയ്ത് നിങ്ങളിലേക്ക് വരണം. അതാണ് ആളിപ്പോൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ മാത്രമേ നിങ്ങൾ അവരെ സ്വീകരിക്കൂ എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ആൾ നല്ല രീതിയിൽ ആലോചിക്കുന്നുണ്ട്. ഇതിലൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണമെന്നും ആൾ നല്ല രീതിയിൽ ആലോചിക്കുന്നുണ്ട്. ആൾ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്വപ്നം കാണുന്നുണ്ട്, ആൾ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ സമയത്ത്. അതാണ് നിങ്ങൾക്കും വിട്ടുപോകാൻ പറ്റാത്ത ഈ വ്യക്തിയിൽ നിന്നും.
കാരണം ആൾ വിചാരിച്ചാൽ ആൾക്ക് ആ ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണ്. എന്തും മാനിഫെസ്റ്റ് ചെയ്ത് നേടിയെടുക്കാനുള്ള കഴിവ് ഈ വ്യക്തിക്കുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് കുറച്ച് ക്ലോസ് എടുത്തു നോക്കാം. ആൾ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളെ. അപ്പോൾ ഇവിടെ എല്ലാം മറന്ന് നിങ്ങളിലേക്ക് വരേണ്ട ഒരു ചിന്താഗതിയിലാണ് കാരണം നമ്മൾ വേറെ ഒന്നുമല്ല, അവരുടെ കറണ്ട് എനർജി മാത്രമാണ് ഇന്ന് എടുത്തു നോക്കിയത്. അപ്പോൾ നിങ്ങളിലേക്ക് വരാൻ ആൾ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എത്രയും പെട്ടെന്ന്. കാരണം എല്ലാം ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങളിലേക്ക് വരാനാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇതാർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് കുറച്ച് ക്ലോസ് എടുക്കാം. (41) സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ. അശ്വതി, പൂരുരുട്ടാതി, ജനുവരി, ഉത്രട്ടാതി, തിരുവാതിര, ഉത്രം നക്ഷത്രം, തിരുവനന്തപുരം, ടൈലറിംഗ്, പുണർത്തം നക്ഷത്രം, ഉത്രാടം. ലെറ്റർ ടി ആണ്, ലെറ്റർ ഇ ആണ്. 11 നിങ്ങൾ ഈ ഒരു സമയത്ത് കാണുന്നുണ്ടാകും. തിരുവാതിര ജൂൺ മാസം കേട്ടോ. 17 ഡാൻസ് അറിയുന്ന ആൾക്കാരായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ വ്യക്തിക്കോ. സ്റ്റുഡൻ്റ് എന്ന് കിട്ടിയിട്ടുണ്ട്. മാർച്ച് മാസം യെല്ലോ കളർ, വൈറ്റ് കളർ. 18 അനിഴം നക്ഷത്രം, ലെറ്റർ എസ് ആണ്. ഓഗസ്റ്റ് ഡബ്ല്യു, ലെറ്റർ ഡബ്ല്യു. ലെറ്റർ കെ ആണ്. മൂല നക്ഷത്രം. നവംബർ മാസം 47 19. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്